4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അതുപോലെ കുട്ടികൾക്ക് കൊടുക്കാം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മധുരവും എരിവും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റിയ, നല്ല ക്രിസ്പിയോടുകൂടി കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾക്ക് എത്ര എണ്ണം വേണം അല്ലെങ്കിൽ എത്ര ആവശ്യമാണ് അതിനനുസരിച്ച് 1/2 കിലോ 1/4 കിലോ അങ്ങനെ മൈദ എടുക്കാം. ഞാനിവിടെ 1/4 കിലോയിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അയമോദകം കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് ചൂട് എണ്ണ ഒന്ന് ചൂടാക്കി അതിന് ശേഷം അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്ത് ഇനി ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് ആദ്യം ഇളക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്ന വരെ നമുക്ക് ഇത് തീർച്ചയായിട്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിന് ശേഷം വേണം നമുക്കിത് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കണം. അപ്പം എണ്ണ ചൂടായതുകൊണ്ടാണ് ഞാൻ ഈ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തത്. അതിൻ്റെ തണുപ്പൊക്കെ ഒന്നായി കഴിയുമ്പോൾ ഇനി നമുക്കിത് കൈ കൊണ്ടൊന്ന് ആദ്യം എല്ലാം ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ 4 മണിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. ഞാനിതെല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 10-15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അടച്ച് വെക്കാം. ഇനി ഇതൊന്ന് 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നമുക്ക് ഓരോന്ന് പരത്തിയെടുത്ത് ആദ്യം ഇതൊന്ന് കുഴച്ചെടുക്കാം. ഒന്നുകൂടി സോഫ്റ്റായി, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ പരത്തി കട്ട് ചെയ്തെടുത്ത് എണ്ണയിൽ ഫ്രൈ ചെയ്താൽ മതി. നമുക്ക് ആവശ്യത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പം ഞാനിത് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഉരുട്ടി ഇതിനകത്ത് പൊടി വേണമെങ്കിൽ ചേർത്ത് നിങ്ങൾക്ക് പരത്താം. ഞാനിവിടെ പൊടി ചേർക്കുന്നില്ല. പൊടി ചേർക്കാതെ തന്നെയാണ് പരത്തുന്നത്. മൈദ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, ഇച്ചിരി ടാസ്ക്കാണ് അത് ഒന്ന് പരത്തിയെടുക്കാനായിട്ട്. അന്നേരം ഇപ്പോൾ ഇങ്ങനെയുള്ളപ്പം പൊടി ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ പൊടി ചേർക്കുന്നില്ല. പൊടി ചേർത്താലും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ചേർത്തിട്ടില്ല. അപ്പം ഒരുവിധം കട്ടി കുറഞ്ഞ് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അതിനകം പെട്ടെന്ന് വേഗത്തില്ല, ക്രിസ്പി ആവത്തില്ല. അതുകൊണ്ട് നമ്മൾ തീരെ കട്ടി കുറച്ച് വേണം ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഡയമണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നേരെയോ എങ്ങനെ വേണമെങ്കിലും, അത് സൈസ് വലുപ്പം അല്ലെങ്കിൽ തീരെ ചെറുത് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. തെറ്റൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്തു. ഇനി ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുത്ത് നമുക്ക് വറുത്തെടുക്കണം. അല്ലെങ്കിൽ മൈദയല്ല, ഇത് പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലാക്കിയതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. അല്ലെങ്കിൽ ഒരാളിത് ഇങ്ങനെ ഇത് പരത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. വേറൊരാൾ കൂടെ ഹെൽപ്പ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വറുത്തെടുക്കാനും എളുപ്പമാണ്. ഞാനിത് എല്ലാം ഒന്ന് പ്ലേറ്റിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തുകൂടി ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അതും ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ ഞാനൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 2 എണ്ണത്തിൻ്റെ ഒന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, ഇത് വറുത്ത് കോരാനായിട്ട്. അല്ലെങ്കിൽ ഇത് പുറം കരിഞ്ഞു പോയും അകം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് മീഡിയം തീയിൽ ആദ്യം നല്ലവണ്ണം തീ കൂട്ടിക്കൊടുത്ത് നല്ലവണ്ണം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിട്ട് കൊടുത്തതിന് ശേഷം മീഡിയം തീയിലാക്കണം. അങ്ങനെ എന്നിട്ട്
ഇതൊന്ന് വറുത്ത് കോരി എടുത്താൽ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിൽ തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതിനകത്ത് മധുരം ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ലൈനിയാക്കിയിട്ട് അത് മധുരം ചേർക്കാം. പക്ഷേ ഇതിനകത്ത് ജീരകവും അയമോദകവും ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്ര ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയത്. മധുരവും ഇല്ല എരിവും ഇല്ലാത്തതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. മീഡിയം തീയിൽ വെക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അകവും വെന്ത് കിട്ടും, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. ഞാനിവിടെ ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഷേപ്പും വ്യത്യാസം വന്നു, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നുമല്ലല്ലോ, ആർക്കും കൊടുക്കാനാണ്. നമ്മുടെ വീട്ടിൽ കഴിക്കാനാകുമ്പം അതിനകത്ത് കുഴപ്പമില്ല. ആർക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കട്ട് എടുക്കാം. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം ഇട്ടിട്ട് കൊടുത്തതൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കുക. മഴ സമയത്ത് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും നല്ലതാണ്, അവർ കഴിക്കും. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. മൈദ ആയതുകൊണ്ട് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഈ രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചായയുടെ കൂടെ കട്ടൻ കാപ്പിയുടെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കേ.